എല്ലാവർക്കും വിളക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശിയെ പറ്റി മനസ്സിലാക്കാം. ഈ വർഷം വൈകുണ്ഠ ഏകാദശി ഡിസംബർ 31, 2025 വൈകുണ്ഠ ഏകാദശി ധനുർ മാസത്തിലാണ് ആചരിക്കുന്നത്. ഭക്തർ ക്ഷേത്രം സന്ദർശിക്കുകയും വെങ്കടേശ്വര ഭഗവാന് നന്ദി പറയുകയും ചെയ്യുന്നു. പൂർണ്ണ ഭക്തിയോടും സമർപ്പണത്തോടും കൂടി ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കുകയും നേരിട്ട് വൈകുണ്ഠത്തിലേക്ക് പോകുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മതപരമായ ആഘോഷങ്ങളിലൊന്നായ വൈകുണ്ഠ ഏകാദശി ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നു. സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും പാപങ്ങൾ മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഭക്തർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രധാനമായും ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങളിൽ ആഘോഷിക്കുന്നു. ജനനമരണ ചക്രങ്ങളിൽ നിന്ന് അവർ വിജയകരമായി മോചനം നേടുന്നു. ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണം എന്ന് പറയുന്നു. സ്വർഗവാതിൽ ഏകാദശി വ്രതാനുഷ്ഠാനം തലേ ദിവസം ആരംഭിക്കേണ്ടതാണ്. തലേന്ന് ഒരിക്കലൂണ് മാത്രം നടത്തണമെന്നാണ്. ഏകാദശി ദിനം പൂർണ്ണമായ ഉപവാസം നടത്തണം. അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം ഭക്ഷിച്ചു വ്രതം അനുഷ്ഠിക്കാം. എണ്ണ തേച്ച് കുളിക്കാനും പകൽ സമയം ഉറങ്ങുവാനും പാടില്ല. ശുദ്ധിയുള്ളതും വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. ഭോഷ്യാഹം പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത. പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യുന്നു. അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ അച്യുത. ഏകാദശി പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസിയിട്ട പ്രത്യേക തീർത്ഥം സേവിച്ച് വ്രതം അനുഷ്ഠിക്കാം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സർവേശ്വരൻ നിങ്ങൾക്ക് ധാരാളം സമ്പത്തും സമൃദ്ധിയും അറിവും സ്നേഹവും സമ്പത്തും തന്നെ നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കുന്നു.